തൊടുപുഴ ബിജു കൊലപാതക കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായത് ജോമോന്റെ ബന്ധുവും ബിസിനസ് സഹായിയുമായ പ്രവിത്താനം സ്വദേശി എബിൻ. കൊലപാതകത്തിന് ശേഷം ജോമോൻ ആദ്യം കൊലപാതക വിവരം അറിയിച്ചത് എബിനെ എന്ന പോലീസ് വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, തൊടുപുഴ ബിജു കൊലപാതക കേസിൽ ഇപ്പോൾ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, ഈ ഒരു തൊടുപുഴ ബിജു ജോസഫ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു എബിൻ എന്നൊരു വ്യക്തിയുടെ അറസ്റ്റ് അല്ലെങ്കിൽ എബിൻ എന്നൊരു വ്യക്തി പിടിയിലായി എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കേസിൽ നേരത്തെ അറസ്റ്റിലായ ജോമോന്റെ ബന്ധുവും സാമ്പത്തിക സഹായിയുമാണ് അല്ലെങ്കിൽ ബിസിനസ് സഹായിയുമാണ് ഇപ്പോൾ അറസ്റ്റിലായ എബിൻ. എബിനുമായി ജോമോൻ നടത്തിയ ഫോൺ സംഭാഷണങ്ങളെല്ലാം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു കൊലപാതകത്തിന് ശേഷം ജോമോൻ എബിനെയാണ് ആദ്യം വിവരം വിളിച്ചു പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു കൊലപാതകം നടത്തിയെന്നും അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജോമോൻ നടത്തിയ ഫോൺ സംഭാഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൃശ്യം 4 ഞാൻ നടപ്പിലാക്കി എന്നൊരു ഫോൺ സംഭാഷണമായിരുന്നു. അതൊക്കെ നേരത്തെ തന്നെ ഭയങ്കര വാർത്തയൊക്കെ ആയിരുന്നു. ഈ ഒരു കാര്യം ആദ്യം വിളിച്ചു പറഞ്ഞത് എബിനോടാണ്. തുടർന്നാണ് മറ്റുള്ള എല്ലാവരും വിവരം അറിയിക്കുന്നത്. അത്തരത്തിലുള്ള ഫോൺ സംഭാഷണം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എബിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജോമോന്റെ ഭാര്യയോട് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷെ അവർ ഇത്തരത്തിൽ ഹാജരായിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ജോമോന്റെ ഭാര്യ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ തൊടുപുഴയിലെ കാറ്ററിംഗ് ജോലിക്കാരനായ ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയതിന് ശേഷം ഈ ഒരു കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ പുറകുവശത്തുള്ള മാൻഹോളിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ബിജു ജോസഫിന്റെ മുൻ പങ്കാളിയായ ജോമോനിലേക്ക് അന്വേഷണം എത്തുന്നത്. ജോമോനും അതുപോലെ തന്നെ മുഹമ്മദ് അസ്ലം അടങ്ങിയ 3 പ്രതികളായിരുന്നു ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നത്. തുടർന്നാണ് ഇപ്പോൾ എബിനിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു കൊലപാതകത്തിന്റെ നാൾവഴികൾ എടുത്ത് പരിശോധിച്ചാൽ ജോമോനും കൊലപ ചെയ്യപ്പെട്ട ബിജു ജോസഫ് തമ്മിലുള്ള ഒരു കരാർ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് എത്തിയത്. അതായത് പ്രതിയായ ജോമോനും കൊലപാതകം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട ജോസഫും തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു കരാറുണ്ടായിരുന്നു. ആ കരാർ അടിസ്ഥാനത്തിൽ 3 മാസത്തിനുള്ളിൽ കരാർ വ്യവസ്ഥകൾ തിരിച്ചു നൽകണം. അതായത് ടെമ്പോ ട്രാവലർ, അതുപോലെ തന്നെ പണമിടപാടുകൾ ഉൾപ്പെടെയുള്ള കരാറുകളായിരുന്നു അത്. ആ ഒരു കരാർ 3 മാസത്തിനുള്ളിൽ പാലിക്കണം ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബിജു ഇത്തരത്തിൽ ഒരു കരാർ ലംഘിച്ചു എന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ഒരു കൊട്ടേഷൻ നൽകുകയും അതിലൂടെ ബിജുവിനെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. ഈ ഒരു ബിജുവിനെ കൊലപ്പെടുത്തുവാനായി ബന്ധപ്പെട്ട് ഇവർ ഏകദേശം 3 മാസത്തോളം ഗൂഢാലോചന നടത്തിയിരുന്നു എന്നും അതുപോലെ തന്നെ 3 ദിവസത്തോളം ബിജുവിനെ നിരീക്ഷിച്ചിരുന്നു എന്നും ബിജു എങ്ങനെയാണ് വീട്ടിൽ നിന്ന് പോകുന്നത് അല്ലെങ്കിൽ കാറ്ററിംഗ് ബിസിനസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് എങ്ങനെയാണ്, എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർ നിരീക്ഷിച്ച് വന്നിരുന്നു എന്നും 3 ദിവസത്തോളം നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയതെന്നുമുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഇത്തരം വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. കൊലപാതകത്തിന് ശേഷം ഉടൻ തന്നെ ഈ ഒരു ജോമോനിലേക്ക് ഈ ഒരു കൊലപാതക ശ്രമം അല്ലെങ്കിൽ കൊലപാതക കേസ് വഴിതിരിഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. തുടർന്നാണ് ജോമോനെ അറസ്റ്റ് ചെയ്യുകയും ജോമോൻ ഉൾപ്പെടെ 3 പ്രതികൾ അന്ന് തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ശേഷം ഇപ്പോൾ എബിനിലേക്കാണ് അറസ്റ്റ് നീണ്ടിരിക്കുന്നത്. ഇനിയും കേസിൽ ആരൊക്കെ അറസ്റ്റ് ആകും എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ കാര്യങ്ങൾ അറിയായിരുന്നു, ജോമോൻ ആരെയൊക്കെ വിളിച്ചിരുന്നു എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ജോമോന്റെ ഫോൺ പരിശോധനയിൽ നിന്നാണ് ഈ ഒരു ഫോൺ സംഭാഷണം പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ എബിന്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. തീർച്ചയായും എബിന്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? കോടതിയിൽ അടക്കം ഹാജരാക്കേണ്ടതുണ്ട്. എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? നിലവിൽ കൊലപാതക ശ്രമം, ഗൂഢാലോചന, കൊട്ടേഷൻ തുടങ്ങിയ വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഇനി ആരിലോട്ടൊക്കെ ഈ ഒരു അന്വേഷണം നീളുമെന്ന കാര്യത്തിൽ വ്യക്തത വരണം. കാരണം ഈ ഒരു ബിജു ഈ ഒരു കൊലപാതകത്തിന് ശേഷം ജോമോൻ ഈ ഒരു കൊലപാതകത്തിന് ശേഷം നിരവധി പേരെ വിളിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യമൊക്കെ നേരത്തെ തന്നെ പോലീസ് അറിയിച്ചിരുന്നു. അതായത് എന്തോ വലിയ കാര്യം സാധിച്ച പോലെ, അതായത് ദൃശ്യം 4 ഞാൻ നടപ്പിലാക്കി അല്ലെങ്കിൽ എന്നെ ആർക്കും പിടിക്കാനാവില്ല, ആ ഒരു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു കൊലപാതകത്തിന് ശേഷം ബിജു
ജോമോൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ സംഭാഷണം പരിശോധിച്ച് ആരോനൊക്കെയാണ് ഈ ഒരു ജോമോൻ വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആരോടൊക്കെയാണ് ഈ ഒരു കൊലപാതക കാര്യം പറഞ്ഞിരിക്കുന്നത്, ഗൂഢാലോചനയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അതെല്ലാം തന്നെ ഇനി വരും ദിവസങ്ങളിലായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. നിലവിൽ ഒരു കൊലപാതകം, അതുപോലെ തന്നെ കൊട്ടേഷൻ, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എബിനെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയ്ക്കായിരിക്കും എബിനെതിരെ കേസ് വരുന്നത്. തുടർന്ന് ഇനിയിപ്പോൾ ജോമോന്റെ ഭാര്യയുടെ പങ്ക് എന്താണ്, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അതെല്ലാം വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരും മണിക്കൂറിലെല്ലാം തന്നെ നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജോമോന്റെ ഭാര്യ നിലവിൽ ഒളിവിലാണ്. ഇവർക്കായുള്ള അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ജോമോന്റെ ഭാര്യയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് അയച്ചിരുന്നു. പക്ഷെ ഇതുവരെയും അത്തരത്തിലൊരു ഹാജരാകൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ജോമോന്റെ ഭാര്യ ഈ ഒരു കേസിൽ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. വിവരങ്ങളെല്ലാം തന്നെ ഇനിയും വരും മണിക്കൂറിൽ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷെ എന്നിരുന്നാലും പോലീസ് പറയുന്നത് ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ ജോമോന്റെ ഭാര്യയ്ക്കും പങ്കുണ്ടെന്ന തരത്തിലാണ്. കാരണം ജോമോന്റെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു ഇത്തരത്തിൽ ഒരു കൊലപാതകം നടക്കാൻ പോകുന്ന കാര്യം ജോമോന്റെ ഭാര്യയ്ക്ക് നേരത്തെ അറിയായിരുന്നു എന്ന കാര്യമാണ് പോലീസ് പറയുന്നത്. എന്തായാലും ആ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. അതും ഇനി വരും ദിവസങ്ങളിലായിരിക്കും നമുക്കറിയാൻ സാധിക്കുക. നിലവിൽ ജോമോൻ ഉൾപ്പെടെയുള്ള 4 പ്രതികളാണ് ഇപ്പോൾ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇനിയും പ്രതികളിലേക്ക് ഈ ഒരു അറസ്റ്റ് നീളുമോ എന്ന കാര്യമൊക്കെ തുടർന്നുള്ള നടപടികളിൽ നിന്നായിരിക്കും അറിയാൻ സാധിക്കുക. ജോമോന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് ഇപ്പോൾ എബിനിലോട്ടുള്ള അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇനി എബിൻ അല്ലാതെ വേറെ ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിലൊക്കെ നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു കരാർ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട സാധാരണ ഒരു തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നത്. അതും ക്രൂരമായ ഒരു കൊലപാതകം. ഗൂഢാലോചന നടത്തി 3 ദിവസത്തോളം നിരീക്ഷിച്ച്, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സിനിമ സ്റ്റൈൽ കൊലപാതകം തന്നെ പറയാം. കാരണം 3 ദിവസം ഇയാളെ തുടർച്ചയായി നിരീക്ഷിക്കുന്നു, ഇയാളുടെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് നോക്കുന്നു, രാവിലെ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, വൈകുന്നേരം എപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയിട്ട് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ഇനിയും കേസിൽ കുറെ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നിഗൂഢതകൾ ഇനിയും ബാക്കിയാണ്. അതെല്ലാം തന്നെ ഇനിയും വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നതെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വൃന്ദ. ശരി, രഞ്ജിൽ രാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.